Good morning, students. Another university question ആണ് August university question ആണ്. The population of a town is given as follows. Year 1931, 1941, 1951, 1961. Population lakhs 66, 81, 93, 101. Estimate the population increase during the period 1935 to 1955 using Newton's interpolation formula. അപ്പോൾ 2 ഇയറിലെ പോപ്പുലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. 1935ലെയും 1955ലെയും പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. 1935 എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആണ്. 1931 ആരംഭത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കും. 1955 എന്ന് പറഞ്ഞാൽ എൻഡിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ രണ്ടിനും നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ടേബിൾ ഫോം ചെയ്യണം. ഈ ടേബിൾ നമുക്ക് രണ്ട് ഇയറിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യം നമ്മൾ ഒരു ടേബിൾ ഫോം ചെയ്യും. ടേബിൾ എന്താണ്? ടേബിൾ എക്സിന്റെ വാല്യൂസ് 1931, 1941, 1951, 1962. കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ കൂടെ എഴുതാം. വൈയുടെ വാല്യൂ പോപ്പുലേഷൻ ആണ് 66, 81, 93, 10. ഡെൽറ്റ വൈ ഇവിടെ നമ്മൾ 81 നിന്ന് 66 കുറയ്ക്കാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 15 വരും. 93 81 കുറയ്ക്കാം, 12 വരും. 101 നിന്ന് 93 കുറയ്ക്കുമ്പോൾ 8 വരും. അപ്പൊ ആദ്യത്തെ കോളം കിട്ടി. ഇനി ഡെൽ സ്ക്വയർ വൈ കണ്ടുപിടിക്കണം. 12 നിന്ന് 15 കുറയ്ക്കാം, അപ്പൊ നമുക്ക് -3 വരും. 8 നിന്ന് 12 കുറയ്ക്കാം, -4 വരും. ഡെൽ ക്യൂബ്ഡ് വൈ കണ്ടുപിടിക്കുക. അപ്പൊ -4 നിന്ന് -3 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് -1. അപ്പൊ ടേബിൾ നമുക്ക് കിട്ടി. ഈ ന്യൂട്ടൺ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കണം. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കണം. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. f of x is equal to y naught plus u into delta y naught plus u into u minus 1 by 2 factorial delta square y naught plus u into u minus 1 u minus 2 by 3 factorial delta cubed y naught. ഇവിടെ നമുക്ക് ഡെൽറ്റ ക്യൂബ്ഡ് വരെ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് നിർത്താം. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ ഫോർമുല എഴുതി. f of x is equal to y naught plus u delta y naught u into u minus 1 by 2 factorial delta square y naught u into u minus 1 u minus 2 delta cubed y naught by 3 factorial. ഇത് നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് 1935 ബിഗിനിങ്ങിലെ ആ പോപ്പുലേഷന്റെ ഇത് കണ്ടുപിടിക്കണം. 1935. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ y naught എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. y naught എന്ന് പറയുന്നത് ഇതാണ്, 66 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ y naught എന്ന് പറയുന്നത് 15 ആണ്. ഡെൽറ്റ സ്ക്വയർ y naught എന്ന് പറഞ്ഞാൽ -3 ആണ്. ഡെൽറ്റ ക്യൂബ്ഡ് y naught എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ നമുക്ക് y naught കിട്ടി, ഡെൽറ്റ y naught കിട്ടി, ഡെൽറ്റ സ്ക്വയർ y naught കിട്ടി, ഡെൽറ്റ ക്യൂബ്ഡ് y naught. ഇത് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? u കിട്ടണം. u കിട്ടാനായിട്ട് യുവിന്റെ ഫോർമുല, u കാണാനുള്ള ഫോർമുല ഇതാണ്, x minus x naught by h. ഇതാണ് ഫോർമുല, x minus x naught by h. x എന്ന് പറഞ്ഞാൽ എന്താണ്? 1935 മൈനസ് x naught എന്ന് പറഞ്ഞാൽ എത്രയാ? 1931 ഡിവൈഡഡ് ബൈ h എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 10 ആണ്. അപ്പൊ 1935 മൈനസ് 1931 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 4/10 വരും. 4/10 that is equal to 0.4. അപ്പൊ യുവിന്റെ വാല്യൂ നമുക്ക് യുവിന്റെ വാല്യൂ എഴുതിയേക്കാം. u is equal to 0.4. u is equal to 0.4 ആണ്. നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ യുവിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0.4. അപ്പോ ആ 0.4 കൂടി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് f of 1935 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ y naught എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എത്രയാണ്? 66 പ്ലസ് u എന്ന് പറഞ്ഞ എത്രയാണ്? 0.4 ഇൻറ്റു ഡെൽറ്റ y naught എന്ന് പറഞ്ഞ എത്രയാണ്? 15 പ്ലസ് 0.4 ഇൻറ്റു 0.4 മൈനസ് 1 ബൈ 2 ഫാക്ടർ പറഞ്ഞാൽ 2 ആണ്. ഡെൽറ്റ സ്ക്വയർ y naught എന്ന് പറഞ്ഞാൽ -3 then plus u into u minus 1
യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 minus 1 0.4 minus 2 by 6 into ഡെൽറ്റ ക്യൂബ് y നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂസ് എല്ലാം നമ്മൾ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 66 പ്ലസ് 0.4 പ്ലസ് 15 നമുക്ക് 6 വരും പ്ലസ് അടുത്ത ടൈമിൽ നമുക്ക് 0.72/2 എന്ന് വരും 72/2 അടുത്ത കേസിൽ നമുക്ക് കിട്ടുന്നത് 0.384/6 വരും അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 72.296 അപ്പോൾ പോപ്പുലേഷൻ 1935 പോപ്പുലേഷൻ കിട്ടുന്നത് 72.296 അപ്പോ ആദ്യത്തെ കേസിൽ 1935 ആൻസർ കാണാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്താണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല f of x is equal to y naught plus u delta y naught plus u into u minus 1/2 factorial delta square y naught plus u into u minus 1 u minus 2/3 factorial delta cubed y naught ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എഴുതി അതിലെ ഡെൽറ്റ y naught ഡെൽറ്റ സ്ക്വയർ y naught ഡെൽറ്റ ക്യൂബ് y naught ഒരു y naught എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ അപ്പർ ലെയർ നമ്മുടെ ടേബിളിന്റെ അപ്പർ ലെയർ ഇതിനെയാണ് ഈ 66 നമ്മൾ പറയുന്ന പേരാണ് y naught ഇത് ഡെൽറ്റ y naught ഇത് ഡെൽറ്റ സ്ക്വയർ y naught ഇത് ഡെൽറ്റ ക്യൂബ് y naught ഈ u എന്ന് പറയുന്നത് എന്താണ് x minus x naught by h x എന്ന് പറഞ്ഞാൽ എന്താണ് 1935 minus x minus x naught എന്ന് പറയുന്നത് 1931 അപ്പോൾ 1935 minus 1931 divided by 10 ഇവിടെ h എന്ന് പറഞ്ഞാൽ 10 ആണ് അപ്പോൾ നമുക്ക് 0.4 കിട്ടും അപ്പോൾ എല്ലാ വാല്യൂസ് നമുക്ക് കിട്ടി കഴിഞ്ഞു ഈ വാല്യൂസ് എല്ലാം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 72.296 ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ കേസ് കണ്ടുപിടിക്കണം 1955 കണ്ടുപിടിക്കണം 1955 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല പറയുന്നത് എന്താണ് f of x is equal to yn plus u into del yn u into del yn plus u into u plus 1/2 factorial del square yn plus u into u plus 1 u plus 2 divided by 3 factorial del cubed y ഇവിടെ del cubed y ഇങ്ങനെ മതി ഇനി ഇവിടെ നമുക്ക് yn del square y എന്ന് പറഞ്ഞാൽ എന്താണ് yn എന്ന് പറയുന്നത് 101 ആണ് del yn എന്ന് പറഞ്ഞാൽ 8 ആണ് del square y എന്ന് പറഞ്ഞാൽ -4 ആണ് del cubed y എന്ന് പറഞ്ഞാൽ -1 ആണ് ഇനി നമുക്ക് u കിട്ടണം u കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് u is equal to x minus xn by h എന്നാണ് x എന്ന് പറഞ്ഞാൽ എത്രയാണ് 1955 xn എന്ന് പറഞ്ഞാൽ എത്രയാണ് x എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ 1961 divided by h എന്ന് പറയുന്നത് 10 ആണ് അപ്പോൾ നമുക്ക് 195 ൽ നിന്ന് 1961 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ് 6/10 വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് -0.6 വരും -0.6 വരും അപ്പോൾ നമുക്ക് ഇവിടെ യുവിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് u is equal to -0.6 ഇനി നമ്മൾ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ yn എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം y is equal to ഇവിടെ 101 ആണ് y is equal to 101 പ്ലസ് u എന്ന് പറയുന്നത് എന്താണ് -0.6 into del yn എന്ന് പറയുന്നത് 8 ആണ് 0.1 plus 1/2 del square y എന്ന് പറഞ്ഞാൽ എന്താണ് -4 ആണ് പ്ലസ് 0.1 ഇവിടെ u എന്ന് പറയുന്നത് -0.6 ആണ് 0.6 into 8 then u എന്ന് പറഞ്ഞാൽ എത്രയാണ് -0.6 നമ്മുടെ ഫോർമുലയിൽ നമ്മൾ കൊടുക്കുക ഫോർമുല കൊടുക്കുമ്പോൾ -0.6 plus 1 -0.6 plus 1 then divided by 2 del square y എന്ന് പറയുന്നത് എത്രയാണ് -4 ആണ് പ്ലസ്
u into u plus 1 minus 0.6 minus 0.6 plus 1 minus 0.6 plus 2 divided by 6 into delta ഇവിടെ വരുന്ന എത്രയാണ് minus 1. വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 101 plus minus 0.6 into 8, then minus 0.6 into minus 0.6 plus 1 into minus 4 divided by 2 minus 0.6 minus 0.6 plus 1 minus 0.6 plus 2 divided by 6 into minus 1. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 101, then രണ്ടാമത്തെ 4.8, then നമുക്ക് അടുത്ത ടൈം കിട്ടുന്നത് plus 0.48, then അടുത്ത 0.056, 0.056. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 96.736 ആണ്. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് 1955 പോപ്പുലേഷൻ നമ്പർ കിട്ടി 96.736. From 101 minus 4.8 plus 0.48 plus 0.056. ഈ 48 കിട്ടിയപ്പോൾ 101 നിന്ന് നമ്മൾ 0.056, ഇവിടെ 4.8 ഇവിടെ 0.48 ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 96.736 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ 1955 പോപ്പുലേഷൻ നമുക്ക് കിട്ടുന്നത് അത്രയാണ് 96.736 ആണ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചത്? ഇവിടെ എൻഡിലെ വാല്യൂ 1955 എന്ന് പറഞ്ഞാൽ എൻഡിലെ വാല്യൂ ആണ്. തൊട്ട് മുമ്പ് ചെയ്തപ്പോ ബിഗിനിങ്ങിലെ വാല്യൂ 1935 എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിലായിരുന്നു. ബിഗിനിങ്ങിന്റെ കേസിൽ എപ്പോഴും നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കണം. എൻഡിൽ എപ്പോഴും ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കണം. അപ്പൊ ബിഗിനിങ്ങിൽ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടേബിൾ ഇതാണ്. ഈ ടേബിളിൽ നിന്ന് ഈ ടോപ്പ് ലെയർ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ എന്ത് എടുക്കേണ്ടത്? ഡെൽ വൈ നോട്ട്, ഡെൽ സ്ക്വയർ വൈ നോട്ട്, എക്സ് എടുക്കേണ്ടത്. രണ്ടാമത്തെ കേസിൽ ലോവർ ലെയർ ഇതാണ്, ഈ ലെയർ ആണ് എടുക്കേണ്ടത്. ഇവിടെ വൈ എൻ ആണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ വൈ നോട്ട്, ഡെൽ വൈ നോട്ട്, ഡെൽ സ്ക്വയർ വൈ നോട്ട് എക്സെട്ര. ഇവിടെ നമുക്ക് വൈ എൻ, ഡെൽ വൈ എൻ, ഡെൽ സ്ക്വയർ വൈ എൻ എക്സെട്ര. 4 പ്രത്യേകം ശ്രദ്ധിക്കുക. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 96.736 1955 കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.